ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണി, എല്ലും കപ്പ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. നമുക്കിന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ എല്ലും കൂടെ വെക്കാമേ. അതിനായിട്ട് 2 കിലോ കപ്പ ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തെടുക്കാം. അതിന് വേണ്ട അരപ്പാണിത്. ഒരു പകുതി തേങ്ങാമുറിയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 3 ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി, 2-3 കറിവേപ്പില ചേർത്ത് നമുക്ക് ഈ തേങ്ങ അരച്ചിട്ട് കപ്പയ്ക്കകത്ത് ചേർക്കാം. കപ്പയ്ക്കകത്ത് ചേർക്കാനുള്ള എല്ലാണ് 1/2 കിലോ എല്ലും 1/4 കിലോ ഇറച്ചിയും കൂടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് മഞ്ഞളും ഇട്ട് വെന്ത് വെച്ചതാണിത്. അതിന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു 10-20 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഒരു 8-10 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു മുറി തേങ്ങ അതിന് അരപ്പിനെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അതിൽ ചേർക്കാനായിട്ട് കറിവേപ്പില, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് മല്ലി, 1 ടീസ്പൂണ് ഗരം മസാല, ഒരു 3-4 പിരിയമുളകും 2 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത്ര എടുത്തേക്കുന്നത്. മുളക് അവനവൻ്റെ ആവശ്യത്തിന് എടുക്കാം. കപ്പ നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വേകാനായിട്ട് ചേർത്ത് വെക്കാം. കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ തേങ്ങയൊന്ന് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുത്തെടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ചേർക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. മല്ലി ചേർക്കാം. മുഴുവനെയുള്ള മല്ലിയാണ് ഞാൻ കഴുകി ഉണങ്ങി വെച്ചേക്കുന്നതാണ്. കുരുമുളക് ചേർക്കുന്നു, പെരിഞ്ജീരകവും ചേർക്കുന്നു. വറ്റൽമുളക് ഇതിനകത്തേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഗരം മസാല മൂത്ത് വന്നു കഴിഞ്ഞിട്ട് ചേർക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടിയും കൂടി ഇടുകയാണ്. ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടുന്നില്ല. ഞാൻ മുളകും മല്ലിയും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മളിതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് അരച്ചെടുക്കാം. നമ്മുടെ ഇറച്ചി ഒന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതില്ല, സവാള, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വേണ്ടവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിനകത്തേക്ക് ഞാൻ ഉണക്കമുളകൊക്കെ ധാരാളം എടുത്തിട്ടുള്ളതുകൊണ്ട് ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുകയാണ്. ഇതിലേക്ക് ഒരു പേരിന് മാത്രം ഒരു പച്ചമുളക് ഇടുകയാണ്. എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് അതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു മുളക്. ചേർക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ വീണ്ടും ഒരു മണം വരാൻ വേണ്ടിയിട്ട് ചേർക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഈ സവാള ഉള്ളി എല്ലാം വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച അരപ്പ് ചേർക്കുകയാണ്. വറുത്തച്ച തേങ്ങ അരച്ചെടുക്കുകയാണ്. അത് ചേർക്കാം. ഈ വഴന്ന അരപ്പിലേക്ക് വെന്ത ഇറച്ചി ചാറോട് കൂടി ഒഴിക്കുകയാണ്. അതിനകത്ത് കിടന്നൊന്ന് അരപ്പും എല്ലാം കൂടെ യോജിച്ച് എടുക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേഗം വെക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് നോക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെന്തെടുക്കാം. അരപ്പുമായിട്ട് യോജിച്ച് വരാനായിട്ട്. കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കപ്പയുടെ അരപ്പിടാൻ പോവുകയാണ്. മുഴുവനും ഉടയ്ക്കുന്നില്ല, കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. ആ അരപ്പൊന്ന് ചൂടാകുകയും ചെയ്യും. ഒന്ന് കുറച്ചൊന്ന് ഉടയ്ക്കുക. ഇപ്പം ഇതിനെ നമുക്ക് ആ കറിയിലേക്ക് ചേർക്കാം. ഒരുപാട് ഉടച്ചിട്ടില്ല, കുറച്ചൊക്കെ ഉടഞ്ഞിട്ടുള്ളൂ. ഇതിലേക്ക് കപ്പ ചേർക്കുകയാണ്. ഈ കപ്പ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
നല്ല ടേസ്റ്റുള്ളൊരു കപ്പ ബിരിയാണിയാണ്. ഇതായിപ്പോൾ നമ്മുടെ എല്ലും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് കോരി എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ കപ്പ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.